പാലം പണി പൂർത്തിയാക്കിയെങ്കിലും യാതൊരുവിധ ഒരു ഗുണവും ഇവിടെ വാഹന യാത്രക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ ഈ പ്രദേശവാസികൾക്കോ ഒന്നും ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല. വൈറ്റില ഹബിൻ്റെ കൂടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെയും കുറേ റോഡുകൾ അവർക്ക് അവിടെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗതാഗതം മുന്നോട്ടേക്ക് പോകുന്നതിന് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ വഴി സാധിക്കും. അത് പൈസ അധികം മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കും. തന്നെയല്ല ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് അവിടെ ഉണ്ട്. അത് വസ്തുത്തിൽ തടസ്സമാണ്, ഒരു പ്രയോജനമില്ലാത്ത സംഗതിയാണ്. അവതരിപ്പിച്ച് നോക്കി, പക്ഷേ ഇത്ര വലിയ ഒരു ജംഗ്ഷനിൽ ഉള്ള കാര്യങ്ങൾ വാക്കാൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രസൻറ്റേഷനിലൂടെ അത് ബോധ്യമാക്കി കൊടുക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും തീരുമാനമെടുത്തത്. ഈ വൈറ്റില ജംഗ്ഷനിൽ ഈ വണ്ടികളെല്ലാം 7 മിനിറ്റ് 8 മിനിറ്റ് ഏത് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ പറ്റില്ല. എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്ത് നടക്കില്ല. അത് നീങ്ങി പോയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന CO2 നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ വൈറ്റില യുണൈറ്റഡ് ഫോറം, ഇത് ഒരു കോൺഫെഡറേഷനാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ, പിന്നെ വൈറ്റിലയ്ക്ക് ചുറ്റുമുള്ള കൗൺസിലേഴ്സും കൂടെ ചേരുന്ന ഒരു കോൺഫെഡറേഷനാണ് വൈറ്റില യുണൈറ്റഡ് ഫോറം. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി രൂപം കൊടുത്ത ഒരു സംഘടനയാണ് വൈറ്റില യുണൈറ്റഡ് ഫോറം. ഇതിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് 2017 ഈ വൈറ്റിലയിലെ ഫ്ലൈ ഓവർ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വരാൻ പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ മിനിമം ആവശ്യമായ സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് നമ്മൾ ഈ രൂപകൽപ്പന ചെയ്യുന്ന ഫ്ലൈ ഓവർ വൈറ്റിലയുടെ ഭൂപ്രകൃതിക്കും ഇവിടുത്തെ വന്നു ചേരുന്ന റോഡുകളുടെ സഞ്ചാര യോഗ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ടതായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അന്ന് വൈറ്റില യുണൈറ്റഡ് ഫോറം ഇതിൻ്റെ അധികാരികൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചത്. ഏതാണ്ട് 6 റോഡുകളാണ് വൈറ്റില ജംഗ്ഷനിലേക്ക് കടന്നു വരുന്നത്. അപ്പം ആക്ച്വലി എറണാകുളത്തിൻ്റെ ഒരു കിഴക്കൻ കവാടം എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ് വൈറ്റില. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്ലൈ ഓവറിന് അതിൻ്റേതായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ 6 റോഡിൽ കൂടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കൈകാര്യം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള രൂപകൽപ്പനയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്തായാലും ഇപ്പോൾ ഈ രൂപത്തിലാണ് വൈറ്റില ഫ്ലൈ ഓവർ നിലനിൽക്കുന്നത്. എന്നിട്ട് 5 വർഷക്കാലമായിട്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം 5 വർഷത്തിൽ കൂടുതലായിട്ട് ഈ എറണാകുളം പട്ടണത്തിലുള്ളവരും ഇതിലൂടെ കടന്നു പോകുന്ന ആളുകളും വളരെയധികം ദുരന്തത്തിലാണ് അനുഭവിക്കുക. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ യാത്രാ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഗതാഗത കുരുക്ക് നിലനിൽക്കുന്നത്. ഇതിനെ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ടും ആളുകൾ പലവിധത്തിലുള്ള മുറവിളി കൂട്ടിയെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ യാതൊരു ഇതിനൊരു നടപടികളും ഇത് പരിഹരിക്കുന്നതിന് ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ദൈനംദിനം ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് യുണൈറ്റഡ് ഫോറത്തിൻ്റെ ഈ കൂടിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ റൂട്ട് കോസ്, ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ടൊരു പഠനം നടത്തുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് എറണാകുളം സൗദരയ്യപ്പൻ റോഡിൽ ഈ വൈറ്റില ജംഗ്ഷനിൽ കൂടി കടന്നു പോകുന്ന വാഹനങ്ങളിൽ 80% ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനാണ്. അതായത് സൗദരയ്യപ്പൻ റോഡിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്കും കോട്ടയം ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്കും വരുന്നതാണ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. അവിടെ 80% ടോട്ടൽ വാഹനത്തിൻ്റെ 80% ഈ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് കടന്നു പോവുക. അപ്പോൾ ഈ ഈസ്റ്റ് വെസ്റ്റ് കടന്നു പോകുന്ന 80%-നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് 20% വരുന്ന അരൂരിൽ നിന്ന് വാഹനത്തെ ഇതിനെ ക്രോസ് ചെയ്ത് വിടാനായിട്ടുള്ള സമീപനം ചെയ്തിട്ടുള്ളത്. ആ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ നീണ്ട ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. കാരണം 80%-നെ ഒരു സിഗ്നലിങ്ങിൻ്റെ ഒരു സൈക്കിള് ഓപ്പറേഷൻ സമയം 7 മിനിറ്റോളം ഏകദേശം വരും. ആ സമയം നിർത്തിയിടുന്നതോടുകൂടി ചമ്പക്കര മുതൽ ഇളംകുളം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങൾ പൈലപ്പ് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുക. അതെന്തിനാണ് ചെയ്യുന്നത്? 20% വരുന്ന അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ
ഇത് ക്രോസ് ചെയ്ത് ഹബ്ബിലേക്ക് വിടുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ വെച്ചേക്കുന്ന നിർദ്ദേശം ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും അതിന് തടസ്സങ്ങളോ സിഗ്നലോ കൊടുക്കാതെ അത് നിരന്തരം 24 മണിക്കൂർ മൂവ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ സിഗ്നൽ ഫ്രീ വൈറ്റില എന്നാണ് ഞങ്ങളതിനെ രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പം സിഗ്നൽ ഇല്ലാതെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വാഹനങ്ങൾ പോവുക. ആ പോകുന്നതിൽ നിന്നും 20% വരുന്ന അരൂരിൽ നിന്ന് വരുന്ന വാഹനത്തെ ഇതിൽ നിന്ന് ക്രോസ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുന്ന നിർദ്ദേശം, പിന്നെ 7 റോഡിൽ കൂടി പടിഞ്ഞാറേക്ക് വരുമ്പോൾ 4 യു ടേണുകളുണ്ട്. ഇന്ന് ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ 4 യു ടേണുകൾ ഈ 20% വരുന്ന വാഹനത്തെ പിന്നെ യു ടേൺ കൊടുത്ത് നേരെ 7 റോഡിൽ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വിടുന്നതോടുകൂടി നമ്മളുണ്ടാകുന്ന ഇപ്പോഴത്തെ സിഗ്നലിംഗ് സംവിധാനം നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നുണ്ടാകുന്ന സിഗ്നലിംഗ് സംവിധാനമാണ് ഇവിടെ ഉണ്ടാകുന്ന ഈ ബ്ലോക്കിന് പ്രധാന കാരണം. അപ്പോൾ വൈറ്റില എന്ന് പറയുന്നത് സിഗ്നൽ ഫ്രീ വൈറ്റിലയായിട്ട് മാറ്റി രൂപപ്പെടുത്തിയാൽ ഇപ്പോൾ നിലവിലുള്ള തടസ്സങ്ങളോ ഗതാഗത തടസ്സങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ നിർദ്ദേശിച്ചത് 4 സ്ഥലങ്ങളിൽ ഈ റോഡുകൾ, കണിയാമ്പുഴ റോഡ്, ഹബ്ബ് റോഡ്, ക്ഷേത്രത്തിലേക്ക് വരുന്ന റോഡ്, ഹബ്ബ് ഔട്ട്ലെറ്റ്, പിന്നെ ജംഗ്ഷനിലേക്ക് വരുന്ന ഈ 3 റോഡുകൾ 1 വേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഓരോ 1 വേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടി വാഹനം കണിയാമ്പുഴ ഭാഗത്തേക്കും ഹബ്ബിലേക്കും ഒരേ ദിശയിലേക്ക് പോവുകയും അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ടെമ്പിൾ ജംഗ്ഷനിലേക്ക് തിരിച്ചു വരികയും അവിടുന്ന് കോട്ടയം ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ സിഗ്നലിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ രണ്ടാമത് അതിനകത്ത് നമ്മൾ നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഈ അരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ മുമ്പേ പറഞ്ഞതുപോലെ യു ടേൺസ് ഉണ്ട്. ഈ മെട്രോ പില്ലേഴ്സിൻ്റെ ഇടയിൽ 4 യു ടേണുകളുണ്ട്. ഇളംകുളം വരെയുള്ള സ്ഥലങ്ങളിലുള്ള യു ടേണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വിടുന്നതോടുകൂടി എറണാകുളം വൈറ്റില ജംഗ്ഷനിലുള്ള ഈ ട്രാഫിക്കിന് സിഗ്നലില്ലാതെ ഇടതടവില്ലാതെ പോകുന്നതിനുള്ള ഒരു സംവിധാനം അതിനകത്ത് രൂപപ്പെടുത്താൻ കഴിയും. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്തിരുന്നു. അത് ഞങ്ങൾ ഗതാഗത മന്ത്രിക്ക്, മന്ത്രി പി രാജീവ് ഇവർക്കൊക്കെ ഞങ്ങൾ സമർപ്പിച്ചു. സ്ഥലം MP, MLA എല്ലാവർക്കും തന്നെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പി രാജീവ് കഴിഞ്ഞ 1 മാസമായിട്ട് മന്ത്രി രാജീവ് ഇതിനെ സംബന്ധിച്ച് തുടർ നടപടികൾക്കായി നമ്മുടെ മെമ്മോറാണ്ടത്തിൽ തുടർ നടപടികൾക്കായിട്ട് കളക്ടർ മുഖേന പോലീസ് ഹെഡിനും അതോടൊപ്പം തന്നെ നമ്മുടെ RTOയ്ക്കും നിർദ്ദേശം നൽകുകയുണ്ടായി. ആ ഫയലുകൾ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. 1.5 മാസത്തോളമായ കാലഘട്ടത്തിൽ ആ കാര്യങ്ങളെയൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്തുകൊണ്ട് എത്രയും വേഗം നമ്മൾ ഈ കൊടുക്കുന്ന സജഷൻ ഒന്ന് നടപ്പിലാക്കി കിട്ടുന്ന ഒരു ട്രയൽ റണ്ണാണ് ഞങ്ങൾ ആവശ്യപ്പെടുക. ഒരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈ ട്രയൽ റണ്ണ് നടത്തുന്നതിന് ആവശ്യമില്ല. പുള്ളിയും 4 സ്ഥലങ്ങളിലേക്കുള്ള 1 വേ ഡിക്ലെയർ ചെയ്യുക, 3-4 സ്ഥലങ്ങളിൽ യു ടേൺസിനുള്ള സിഗ്നൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ട്രയൽ റണ്ണ് നമ്മുടെ നിർദ്ദേശം പാലിക്കപ്പെടാവുന്നതാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം കൂടി ഞങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്, കാരണം ഈ ജംഗ്ഷനിൽ കൂടി കടന്നു പോകുന്ന പെഡസ്ട്രിയൻസിന്, അതുപോലെ എമർജൻസി വെഹിക്കിൾസ് ആയ ആംബുലൻസ്, ഫയർ ഹൈഡ്രൻസ് ഇതിന് പോകുന്നതിനുള്ള യാതൊരു സംവിധാനവും നമ്മളിന്ന് ഇവിടെ ഇല്ല. അപ്പോൾ ഈ ട്രാഫിക്കിൽ പെട്ട് പോകുന്ന ആംബുലൻസിനും ഫയർ ഹൈഡ്രൻസിനും യഥേഷ്ടം പോകുന്നതിന് വേണ്ടി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഒരു എമർജൻസി സ്വിച്ചിങ് ഓവർ സിസ്റ്റം പോലീസ് കൺട്രോൾ ടവറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 ലൈറ്റുകൾ അവിടെ തെളിയുകയും 4 സ്റ്റോപ്പ് സിഗ്നൽ വരുന്നതോടുകൂടി 4 ദിശകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആൾ ഓഫ് എ സഡൻ അവിടെ സ്റ്റോപ്പാകുന്നു. പിന്നെ വൈറ്റില ജംഗ്ഷൻ ഫ്രീ ആകുന്നു. ആംബുലൻസിനും ഫയർ ഹൈഡ്രൻസിനും ഏത് ദിശയിലേക്കും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കടന്നു പോകാവുന്നതാണ്. ആ സ്വിച്ചുകൾ തന്നെ ഒരു ഓട്ടോ മാനുവൽ സെലക്ഷനിലേക്ക് കൊടുത്താൽ നമ്മൾ നിശ്ചയിക്കുന്ന 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റിനകം ഓട്ടോമാറ്റിക്കലി ഈ റെഡ് സിഗ്നൽ വീണ്ടും വരികയും ആ സമയത്ത് 4 സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ സ്റ്റോപ്പാവുകയും ആ സമയം നമുക്ക് പെഡസ്ട്രിയൻസിന് ഏത് ദിശയിലേക്കും കടന്നു പോകുന്നതിന് ഉള്ളൊരു സംവിധാനവും റിപ്പീറ്റഡ്ലി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ആരുടെയും സമയം കാത്തു നിൽക്കാതെ നിശ്ചിത സമയത്തിനുള്ളിൽ വാഹനങ്ങളെ കടത്തിവിടാനും പെഡസ്ട്രിയൻസിന് പോകുന്നതിനുള്ള സംവിധാനമാണ് ഞങ്ങൾ ഈ നിർദ്ദേശത്തിലൂടെ വെച്ചിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ഇത് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളൊരു വീഡിയോ അനിമേഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പ്രസൻറ്റേഷൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫോറത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. അതിനകത്ത് എല്ലാവരും അത് കണ്ട് ബോധ്യപ്പെട്ടു. ഈ വീഡിയോ ഞങ്ങളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്.
അത് ഞങ്ങൾ വരുന്ന ഫെബ്രുവരി 1 വീക്കോടുകൂടി ഈ വൈറ്റില ജംഗ്ഷനിൽ തന്നെ ഞങ്ങളിത് പൊതുജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ കൂടി കൂടുതൽ ഈ ഞങ്ങൾ വെച്ച പ്രപ്പോസൽ അധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ സർക്കാരിനോ ഗവൺമെൻറ്റിനോ വേറെ അധിക സാമ്പത്തിക പാർട്ടികൾ വരാതെ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള കൂട്ടായൊരു ശ്രമത്തിന് അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ഈ വീഡിയോ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഇത് ഡിസൈനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത് മന്ത്രിമാരെ ഉൾപ്പെടെ സമീപിച്ചിരുന്നു. പക്ഷേ അന്ന് അത് ആ തരത്തിൽ മാത്രമേ പണിയാൻ പറ്റുള്ളൂ എന്നൊരു നിലപാട് അന്നത്തെ മന്ത്രിയാക്കി എടുത്തു. അതിനുശേഷം സെക്കൻഡ് ഫേസ് ഇത് വരുമെന്നാണ് അന്ന് പറഞ്ഞത്. ഇതുവരെയായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു സെക്കൻഡ് ഫേസിനെ കുറിച്ച് ആലോചിക്കുകയോ അതല്ലെങ്കിൽ അധികം പണം മുടക്കാതെ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് തന്നെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നിരവധി നിവേദനങ്ങൾ ഇവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. യുണൈറ്റഡ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലും ഡ്രാക്കിൻ്റെ ആഭിമുഖ്യത്തിലൊക്കെ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. കളക്ടർക്കും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ എല്ലാവർക്കും. ഇവിടെ കഴിഞ്ഞ 2 മാസം മുൻപ് ഇവിടെ ഗതാഗത മന്ത്രി തന്നെ വന്ന് ഈ പ്രദേശം ഒന്ന് പരിശോധിക്കുകയും ഇത് ഒഴിവാക്കാനുള്ള ഒരു രീതിയിൽ എന്നുള്ള നിലയ്ക്ക് ആ വലിയ തട്ടുകൾ പോലെ പണിത് വച്ചിരിക്കുന്ന അത് കോൺക്രീറ്റ് ആ തട്ടുകൾ അത് കട്ട് ചെയ്ത് അത് ഗതാഗതം സുഗമമാക്കാനുള്ള നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ അടിയന്തരമായിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ട് മന്ത്രിയും അതുപോലെ തന്നെ ഇതിനകത്ത് ശക്തമായി ഇടപെടാം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആരും തന്നെ ഇത്രയും നാളായിട്ടും ഇടപെട്ടിട്ടില്ല. തന്നെയല്ല, മുഖ്യമന്ത്രി കടവന്ത്രയിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചതുമാണ്. കൂടാതെ അതിലും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംയുക്തമായിട്ട് വൈറ്റില ഹബിൻ്റെ കൂടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെയും കുറേ റോഡുകൾ അവർക്ക് അവിടെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗതാഗതം മുന്നോട്ടേക്ക് പോകുന്നതിന് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാൻ വഴി സാധിക്കും. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞങ്ങൾ ഇതിന് പുറകെ നടക്കുകയാണ്. ഇതിൻ്റെ ആവശ്യത്തിലേക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വയ്ക്കുമ്പോഴത്തേക്ക് വെറും വാചകം പറയാതെ രംഗത്തിറങ്ങി രാവും പകലും വൈറ്റില ജംഗ്ഷനുള്ള എല്ലാ വഴികളുടെയും നീളവും വീതിയും കൃത്യമായി അളന്നെടുക്കുകയും ഓരോ റൂട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ പീക്ക് ടൈമിലും അല്ലാതെയുള്ള സമയങ്ങളിലും വരുന്ന വാഹനങ്ങളുടെ എണ്ണവും മറ്റും കണക്കിലെടുത്ത് കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. പാലം പണി പൂർത്തിയാക്കിയെങ്കിലും യാതൊരുവിധ ഒരു ഗുണവും ഇവിടെ വാഹന യാത്രക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ ഈ പ്രദേശവാസികൾക്കോ ഒന്നും ഇതിനകത്ത് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് യുണൈറ്റഡ് ഫോറം ഇതിൻ്റെ പിന്നിൽ ഇതെങ്ങനെ നമ്മൾക്ക് ഈ ഒരു കുരുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളൊരു പരീക്ഷണത്തിൽ ഞങ്ങൾ വിവിധ പാർട്ടികളും എല്ലാവരും കൂടി ആലോചിച്ച് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനം റൗണ്ട് അബൌട്ട് കുറച്ച് മീഡിയനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കിവിടെ വളരെ സുഗമമായൊരു സഞ്ചാരപാത ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രപ്പോസൽ ഗതാഗത മന്ത്രിക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അതിൽ നടപടികളൊന്നും ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികൾ ഉണ്ടാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വൈറ്റില ജംഗ്ഷനിലുള്ള ആദ്യത്തെ ബിൽഡിംഗ് ആയിട്ടുള്ള ചന്ദ്ര ടവേഴ്സിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. 24 മണിക്കൂറും ഈ വൈറ്റില ട്രാഫിക്കിൻ്റെ ജാമ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അപകടങ്ങൾ ഇന്നലെ തന്നെ ഒരു അപകടങ്ങൾ ഉണ്ടായിട്ട് ഇന്നലെ തന്നെ ഞാൻ ഒരാളെ ഈ വെൽക്കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ തന്നെയാണ് അഡ്മിറ്റ് ചെയ്തത്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പോലീസ് ചെയ്തു. അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ അപകടങ്ങളും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രാഫിക്കിൻ്റെ ഈ ജാം കാരണം. അത് ശാസ്ത്രീയമായ രീതിയിൽ കൂടെ ഒരു ട്രാഫിക് സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിയുന്നതും വേഗത്ത് ഇങ്ങനൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള ട്രാഫിക് സംവിധാനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവൻ തന്നെ അതിനകത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഈ റോഡ് അല്ലെങ്കിൽ ഫ്ലൈ ഓവറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി വൈഡായിട്ടൊന്ന് ചിന്തിക്കണം. വരും തലമുറയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുകൂടി ചിന്തിച്ചാൽ അതും കൂടി ഉൾപ്പെടുത്തി ഇതിനെക്കുറിച്ച് അറിയാവുന്ന നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ വിദേശത്തൊക്കെ ഇപ്പോൾ നമ്മുടെ ധാരാളം ആളുകളുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അവരൊക്കെ വിദേശങ്ങളിൽ വളരെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ കണ്ടിരിക്കുന്ന രീതിയിലുള്ള അവരിൽ നിന്നുള്ള സജഷൻസൊക്കെ സ്വീകരിച്ച് ആ രീതിയിലൊക്കെ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഓവർബ്രിഡ്ജൊക്കെ ഡിസൈൻ ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇനിയൊരു ഡെവലപ്മെൻറ്റ് വരുവാണെങ്കിൽ വരും തലമുറയ്ക്ക് പ്രയോജനം ചെയ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. ഇവിടെ ഒരു വാഹനം 1 ലിറ്റർ പെട്രോൾ കത്തണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2.3
കിലോഗ്രാം CO2 അതിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുവാണ്. ഒരു ഡീസൽ വാഹനമാണെങ്കിൽ 2.6 കിലോഗ്രാം CO2 വരും 1 ലിറ്റർ ഡീസൽ കത്തുമ്പോൾ. ഈ വൈറ്റില ജംഗ്ഷനിൽ ഈ വണ്ടികളെല്ലാം 7 മിനിറ്റ് 8 മിനിറ്റ് ഏത് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാതെ പറ്റില്ല. എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്ത് നടക്കില്ല. അത് നീങ്ങി പോയേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന CO2 നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ വൈറ്റില ജംഗ്ഷനിലെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ ഓക്സിജൻ 19.3 വരേണ്ടത് അത് 90 പോലും ഇല്ല. ഇവൻ 70-ൽ താഴെ വരുന്നുണ്ട് പല സമയത്തും. അത് ഈ ജംഗ്ഷനിൽ താമസിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അറിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ CO2-ൻ്റെ കണ്ടൻറ്റ് നമ്മൾ കുറയ്ക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.